وَإِذْ قَالَتِ الْمَلَائِكَةُ يَا مَرْيَمُ ജിബ്രീൽ മലക്ക് മറിയത്തോട് പറഞ്ഞു. ജിബ്രീൽ മലക്ക് എന്ന് പറഞ്ഞാൽ ഗബ്രയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹ് ഈസ ഇബ്നു മറിയം. മറിയമേ, അള്ളാഹു അവന്റെ വചനത്തെയും ആത്മാവിനെയും നിന്റെ ഉദരത്തിൽ വിടുമ്പോൾ നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും, ഈസൽ മസീഹ് എന്ന് പേരിടണം. എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹ എന്നർത്ഥം. إذا قضى أمرا فإنما يقول له كن فيكون. മറിയം പ്രാർത്ഥിച്ചു, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഹിതമെന്നിൽ നടക്കട്ടെ എന്ന്. അപ്പോൾ ദൈവാത്മാവിനാലും ദൈവവചനത്താലും മറിയം ഗർഭിണിയായി എന്ന് വിശുദ്ധ ഖുർആൻ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫാദറിന് ബൈബിളും അറിയില്ല, ഖുർആനും അറിയില്ല. ഫാദർ സുലൈമാൻ ആവട്ടെ, ഫാദർ അബ്ദുൽ വഹാബ് ആവട്ടെ, ഫാദർ മുഹമ്മദ് അലി ആവട്ടെ, മറ്റിതര ഫാദർമാരാവട്ടെ, എല്ലാവരെയും വളരെ ശക്തമായ ഭാഷയിൽ മുസ്ലിങ്ങൾക്ക് വെല്ലുവിളിക്കാനുണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ 4 ബൈബിൾ സുവിശേഷങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും യഹോവ എന്ന ദൈവത്തിന്റെ പേര് കാണാനില്ല. പരിശുദ്ധ ഖുർആനിലേക്ക് നേർക്കുനേരെ ഇജ്തിഹാദിനിറങ്ങാൻ ആഹ്വാനം ചെയ്യുകയും ലക്ഷക്കണക്കിന് മുജ്തഹിദുകളെ സൃഷ്ടിച്ചുവെന്ന് അഭിമാനം പറയുകയും ചെയ്യുന്നത് കേരളത്തിലെ മുജാഹിദുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെയുള്ള മരിച്ചവരാവട്ടെ ജീവിച്ചവരാവട്ടെ ഔലിയാക്കളും മൗലിയാക്കളും അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് നമ്മെ സഹായിക്കുമെന്നാണ് സുന്നികളുടെ സമസ്തക്കാരുടെ വിശ്വാസം. ഒരിക്കലും സഹായിക്കില്ലെന്നും അവരുടെ മുഅ്ജിസത്തുകളിൽ അവർക്ക് യാതൊരുവിധ സ്വാധീനമില്ലെന്നും കേരളത്തിൽ പഠിപ്പിക്കുന്നത് ക്രൈസ്തവരെ പോലെ മുജാഹിദുകളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഇനിയും പറവാനുണ്ട്, മുജാഹിദുകൾക്ക് വായിപ്പാൻ കഴിവില്ല. അതുകൊണ്ട് എന്നെ അടിമേ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ എനിക്കങ്ങ് സ്വീകരിക്കാൻ പറ്റുന്നില്ല. മറിച്ച് എന്നെ മകനെ എന്ന് വിളിക്കുന്ന യേശുവിനെ എനിക്ക് എളുപ്പമായി സ്വീകരിക്കാൻ സാധിച്ചു. ഫാദർ സുലൈമാനോട് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, അടിമ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ, യേശു ക്രിസ്തു പത്രോസിനെ കുറിച്ച് അടിമ എന്ന് പറയുന്നെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? ബൈബിൾ പഠിക്കണം, ഖുർആനും പഠിക്കണം. അതൊക്കെ വേണ്ട വിധത്തിൽ തന്നെ ആവുകയും വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, മുക്കം മേഖലയിലെ ഇസ്ലാമിക ചലനത്തിൻ്റെ കേന്ദ്രമായ അൽ ഖമർ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഇത്തരമൊരു പരിപാടിയിൽ ഭാഗവാക്കാവാൻ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മറ്റു സുഹൃത്തുക്കളെ, സുദീർഘമായ ആമുഖത്തിന് മുതിരാതെ നേരത്തെ സ്വാഗത അധ്യക്ഷ പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടതുപോലെ പരമപ്രധാനമായൊരു വിഷയത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ ഈ വേദിയിൽ വെച്ച് ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു ഇതൊരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിങ്കലെ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഒരു പ്രസ്ഥാനവും അതിൻ്റെ അനുയായികളുമാണ് ഇസ്ലാമും മുസ്ലിങ്ങളും. കേവലം ഒരു അവകാശവാദം എന്നതിനപ്പുറം ഒരു ദർശനം, ഒരു മതം ആധികാരികമാവണമെങ്കിൽ, സർവസ്വീകാര്യമാവണമെങ്കിൽ ഏതൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കാനുണ്ടോ അതെല്ലാം കൃത്യമായി ഒരുമിച്ച് കൂടിയ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ മതം. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ആമുഖത്തിൽ പറയുന്നത് പോലെ,
മനുഷ്യനെ അവൻ്റെ ഇരുലോക വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവിക സംവിധാനമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ ഇരുട്ടിൻ്റെ ശത്രുക്കൾ, തമസിൻ്റെ വിഭാടകർ ഒക്കെയായി ഇസ്ലാമിൻ്റെ അനുയായികൾ നിലകൊണ്ടിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിലൊക്കെയും ഇരുട്ടിനെ പൂജിക്കുന്ന, അസത്യത്തെ പ്രണയിക്കുന്ന ആളുകൾ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും. അതൊക്കെയും ദൈവിക സംവിധാനമാകുന്ന ഇസ്ലാം വേണ്ട വിധം പ്രതിരോധിക്കുകയും ആരോരുമില്ലാത്ത ആ അവസ്ഥയിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി, ആദർശ സംഹിതയായി ഈ മതം വളരുകയും ചെയ്തു. പല വിധത്തിലുള്ള എതിർപ്പുകളാണ് മതം നേരിട്ടത്. പ്രവാചകത്വവാദികൾ മുതൽ ഇസ്ലാമിനകത്ത് കയറിക്കൂടിയ ശത്രുക്കൾ അടക്കമുള്ള പലരും, ഈ ആധുനിക കാലഘട്ടത്തിൽ ഓറിയന്റലിസ്റ്റുകളും മറ്റും, തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടുകളിലുള്ള വിവിധങ്ങളായ എതിർപ്പുകാർ, കുരിശുയോദ്ധാക്കളൊക്കെ ആദർശപരമായി ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി രക്തപ്പുഴകൾ ഒഴുക്കിക്കൊണ്ട് ഈ മതത്തെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടത്തി. അപ്പോഴൊക്കെയും പരിശുദ്ധ മതം കൂടുതൽ കൂടുതലായി ഉയർന്നു വന്നു. നിങ്ങൾക്കറിയാമോ, ഈയിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേൾഡ് ട്രേഡ് സെന്ററിലുള്ള ഭീകരാക്രമണത്തിന് ശേഷം ശരാശരി അമേരിക്കയിൽ ഓരോ വർഷവും 20,000-ലധികം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ വേൾഡ് ട്രേഡ് സെന്റർ പൊട്ടിത്തെറിച്ച ആ ഒരു വർഷം 23,000 ആളുകളാണ് അമേരിക്കയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഇങ്ങനെ ഈ മുന്നേറ്റം തുടർന്നാൽ 2050 ആകുമ്പോഴേക്ക് യൂറോപ്പിൽ ഭൂരിപക്ഷ മതം ഇസ്ലാമാകുമെന്നതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ യൂറോപ്യൻ മേഖലയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു സന്ദർഭത്തിൽ മതത്തിനകത്ത് കയറിക്കൊണ്ട് ഇസ്ലാമിനെ തകർക്കാനുള്ള ആളുകൾ തകൃതിയായി നിൽക്കുന്നു. ഒപ്പം മതവിരുദ്ധരായ ആളുകൾ ഇസ്ലാമിൻ്റെ പേരിലും അല്ലാതെയും ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വിവിധങ്ങളായ പ്രസംഗങ്ങളിലെ ഏതാനും ചില ഭാഗങ്ങളാണ് നമ്മുടെ കേരളത്തിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വയനാട്ടിലാണ് ജനിച്ചത്. ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി അയാൾ ഇസ്ലാമിൽ നിന്ന് ഏകദേശം 10 വർഷം മുമ്പ് പുറത്തുപോയി. എന്തിനാണ് അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത് എന്ന് ഞാൻ ഈ വേദിയിൽ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുജന്മാരും ജ്യേഷ്ഠന്മാരും നാട്ടുകാരുമൊക്കെ അതേക്കുറിച്ചുള്ള സത്യസാക്ഷ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. സാധാരണഗതിയിൽ മതത്തിനോട് നേരിടാൻ ആദർശപരമായി കഴിയാതെ വരുന്ന ആളുകളൊക്കെയും ചെയ്യുന്നത് പോലെ അബദ്ധങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും സഹായത്തോടെയാണ് ഇദ്ദേഹം ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പൊതുവെ കേരളത്തിലും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നത്. നെറ്റിലൊക്കെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നസീല ബീവിയുണ്ട്. നസീല ബീവി എന്ന പേരിൽ വലിയൊരു തങ്ങളുടെയും വലിയൊരു ആലിമിൻ്റെയും വലിയൊരു പണ്ഡിതന്റെയും ഒക്കെ മകളാണെന്ന പേരിൽ നെറ്റിലൂടെ വ്യാപകമായി ക്രൈസ്തവർ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ്. അവളുടെ പിതാവ് പള്ളിയിലെ ഏറ്റവും വലിയ ഉസ്താദും മുഫ്തിയും ഖാദിയും ഒക്കെ ആയിരുന്നു അത്രേ. അദ്ദേഹം മക്കത്ത് പോയിട്ട് കാഅബയുടെ തില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത്രേ നസീല ബീവി ഭൂജാതയായത്. അങ്ങനെ കണ്ണു മാത്രം പുറത്തേക്ക് തുറന്നു വെച്ച് മറ്റുള്ളതെല്ലാം മറച്ച് 100% ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന അവൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബൈബിള് കിട്ടിയെന്നും അത് വായിച്ചു പഠിച്ചപ്പോൾ യേശുവാണ് രക്ഷകനെന്ന് മനസ്സിലാക്കി ക്രൈസ്തവ മാർഗത്തിലേക്ക് വന്നു എന്നൊക്കെയാണ് ആ പെണ്ണിൻ്റെതായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളിലുള്ളത്. സത്യത്തിൽ ഈ പറഞ്ഞതിൽ ഒന്നുപോലും ശരിയല്ല. അവളെക്കുറിച്ച്, അവളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷിച്ചു നോക്കിയപ്പോൾ ഒരു പാവപ്പെട്ട കർഷകൻ, അവളുടെ പിതാവ് അതാണ്. അയാൾക്ക് ഇസ്ലാമികമായി വലിയ വിവരങ്ങളൊന്നുമില്ല. ഈ പെൺകുട്ടിയാണെങ്കിലോ അവൾ വളരെ ഭക്തയായി ജീവിച്ചവളല്ല, മറിച്ച് പിതാവിൻ്റെയും മാതാവിൻ്റെയും യാതൊരുവിധ കൽപ്പനകളും അനുസരിക്കാതെ താന്തോന്നിയായി ജീവിച്ചവളാണ്. ബൈബിളിലെ ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്ക് മുടിയനായൊരു പുത്രനെ കുറിച്ച് വായിക്കാൻ പറ്റും. അതുപോലെ മുടിച്ചിയായൊരു പെണ്ണാണ് ഇവൾ.
എന്നിട്ട് വളരെ വായിൽ ഉച്ചത്തിൽ പ്രസംഗിക്കാൻ, ഉപ്പ കാലിയാരായിരുന്നു, പണ്ഡിതനായിരുന്നു, കഅബയിൽ പോയി ദ്വാർന്നത് കൊണ്ടുണ്ടായ വിശുദ്ധയായ മോളാണ് ഞാൻ എന്നൊക്കെ. ഈ ഒരു സ്വഭാവം ഇസ്ലാമിക വിമർശകരിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അവരുടെ പശ്ചാത്തലം പർവ്വതീകരിക്കുക. ഞാൻ ദാരിമിയാണ്, ഞാൻ വലിയ പണ്ഡിതനാണ്, പഠിച്ചു പോയി ഇസ്ലാമിൽ നിന്ന് മാറി എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ നമുക്ക് ഇവരുടെ പ്രഭാഷണങ്ങളിൽ കേൾക്കാനാവുന്നു. കുറെ ആളുകൾ അത് തെറ്റിദ്ധരിക്കുന്നു. സത്യത്തിൽ ഈ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സുലൈമാൻ ഫാദറിനെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചാൽ, അദ്ദേഹം മദ്രസയിൽ പഠിച്ച് ഉഴപ്പി നടന്ന് 3 or 4 പ്രാവശ്യം 5ാം ക്ലാസ് പരീക്ഷ എഴുതി അതിലൊന്നും വിജയിക്കാതെ പോയിട്ടൊക്കെയാണ് കഷ്ടിച്ചു മദ്രസ കഴിച്ചിലായി പോരുന്നത്. എന്നിട്ട് വളരെ വായിൽ കളവിങ്ങനെ പറയും. നമുക്ക് അതിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടെ കേൾക്കണം. അയാളുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് വരെ പച്ചക്കള്ളമാണ്. ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ആദർശപരമായി ഈ മതത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോ കളവും അക്രമങ്ങളും ദുരാരോപണങ്ങളും ഒക്കെയായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ, കുടുംബത്തെക്കുറിച്ച് വരെ കളവ് പറഞ്ഞുകൊണ്ട്, അയാളുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് വരെ വളരെ പച്ചയിൽ കള്ളം പറഞ്ഞുകൊണ്ടാണ് ഈ പാതിരിയുടെ പ്രസംഗം മുന്നോട്ട് പോകുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ കൂടുതൽ ക്ലിപ്പൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. എന്നാലും അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടാൻ വേണ്ടി ചില ഭാഗങ്ങൾ ഇവിടെ കാണിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നു, സ്കൂളിലേക്ക് ചേരേണ്ട സമയമായപ്പോൾ അയാളുടെ പിതാവ് പറഞ്ഞുവത്രേ, നീ സ്കൂളിൽ പോവേണ്ട കുട്ടിയല്ല, മറിച്ച് നീ പോവേണ്ടത് പള്ളിയിലേക്കാണ്, നീ മതത്തെ പഠിക്കേണ്ട ആളാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്കൂളിൽ പറഞ്ഞയക്കാതെ ഇസ്ലാം പഠിപ്പിക്കാൻ വിട്ടു എന്നാണ് ഈ ഫാദർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്കൂളിൽ പറഞ്ഞു വിട്ടില്ല. അവർ പറഞ്ഞു, നീ സ്കൂളിലുള്ള പയ്യനല്ല, തമ്പുരാനുള്ള പയ്യനാന്ന് പറഞ്ഞു. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ അവരെന്നെ ഒരു മുസ്ലിം അറബി കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. അറബി കോളേജിന്റെ പേര് കുല്ലിയത്തു ദാറുസ്സലാമിൽ ഇസ്ലാമിൽ അറബിയ. അദ്ദേഹം പറയുന്നതാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹത്തെ മാതാപിതാക്കൾ 5 വയസ്സായപ്പോൾ സ്കൂളിലേക്ക് പറഞ്ഞയച്ചില്ല. ഇവിടെ തുടങ്ങുന്നു ഈ ഫാദറിന്റെ കള്ളം പറച്ച്. അയാൾ പഠിച്ച സ്കൂൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. ഏറ്റവും അവസാനമായി ഇദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി ബൈബിൾ സെന്ററിലൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഇയാളുടെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി അവിഹിത മാർഗത്തിൽ ആ സ്കൂളിലേക്ക് ബന്ധപ്പെടുകയും ടി.സി. മേടിക്കുകയും ചെയ്ത ചരിത്രവും ആ നാട്ടുകാർക്കും ഇയാളെക്കുറിച്ച് അറിയുന്നവർക്കുമൊക്കെ വ്യക്തമായിട്ട് അറിയാം. എന്നാലും ഒരു വലിയ ഉഷാറ് പറയാൻ വേണ്ടി അയാൾ പറയാണ്, പച്ചക്കള്ളം, എന്നെ ആരും സ്കൂളിലേക്ക് പറഞ്ഞയച്ചില്ല, മറിച്ച് നീ ദൈവത്തിനുള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു അറബി കോളേജിൽ ചേർത്തു. അതാണ് ദാറുസ്സലാം നന്ദി അറബി കോളേജ്. അയാൾ പറയുന്നത് അയാളെ നന്ദി ദാറുസ്സലാമിൽ ചേർത്തു എന്നാണ്. എന്ന് മാത്രമല്ല, 8ാം ക്ലാസ്സിൽ അയാളെ ദാറുസ്സലാമിൽ ചേർത്തു അത്രേ. എന്നിട്ട് 18ാം വയസ്സായപ്പോഴേക്ക് അയാൾക്ക് സനദും കിട്ടി. 8ാം വയസ്സിൽ ദാറുസ്സലാമിൽ ചേർത്തു, 18ാം വയസ്സായപ്പോഴേക്ക് അദ്ദേഹത്തിന് ദാരിമി സനദും കിട്ടി. അദ്ദേഹം തന്നെ അത് പറയുന്നു. 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഞാൻ അവിടെ പഠിച്ചത് എന്താണെന്നറിയോ? ഹോളി ഖുർആൻ, ഇജ്തിമാ, സുന്നത്ത്, ഹദീസ്, മുഅക്കദ്, തഅക്കീദ്, മുജ്മൽ എക്സെട്ര. എന്താ പഠിച്ചതെന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. എന്താ പഠിച്ചത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇയാൾ ഏതെങ്കിലും ഒരു അറബി കോളേജിൽ 10 കൊല്ലം പഠിച്ചു എന്ന് സങ്കല്പിക്കുക. ഇസ്ലാമിനെ കുറിച്ച് അത്യാവശ്യം നല്ല വിവരം അതോടുകൂടി അയാൾ നേടിയിട്ടുണ്ടാവും. പക്ഷെ ഈ ഫാദർ ഒരു അറബി കോളേജിലും കയറിയിട്ടില്ല എന്ന് തോന്നും വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം വികസിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇയാളുടെ ഭാഷയിൽ ഹജ്ജ് ചെയ്യുന്നത് മദീനയിലാണ്. ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെയുണ്ട്, തവാഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഖബറിടം ചുറ്റുന്നതിന്റെ പേരാണ്. ഖുർആൻ അർത്ഥം വെക്കുന്നത് 100% പിഴവ്. ഇസ്ലാമിനെ കുറിച്ച് പറയുന്നതെല്ലാം തെറ്റ് എന്നല്ല, ബൈബിളിനെ കുറിച്ച് പറയുന്നതും ഇയാൾ വ്യക്തമായ കള്ളങ്ങളാണ്. നമുക്കത് പറയണം. അദ്ദേഹം പഠിച്ച കുറെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. ഖുർആന്, സുന്നത്ത്, ഇജ്തിമാ, ഖിയാസ്, മുജ്മൽ, മുഅക്കദ്, തഅക്കീദ്. നിങ്ങളും കുറെ പഠിച്ച കുട്ടികളാണ്. നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി എപ്പോഴെങ്കിലുമൊക്കെ ഒരു തഅക്കീദൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊരു സംഭവമായി ഖുർആൻ, ഹദീസ് എന്നൊക്കെ പറയുമ്പോൾ പഠിക്കുന്ന ഒരു വലിയ വിജ്ഞാന ശാഖ ഒന്നുമല്ല. അയാൾക്ക് കുറച്ചുകൂടെ പറയായിരുന്നു, മുബ്തദ, ഖബർ, മുദാഫ് ഇലൈഹി എന്നൊക്കെ പറയായിരുന്നു, അല്ലേ? ഒരു മനുഷ്യൻ 10 കൊല്ലം പഠിച്ചതാണ്. തഅക്കീദ്, മുഅക്കദ്, ഖിയാസ്, മുജ്മൽ, മുഅക്കദ്, ഇങ്ങനെ കുറെ സംഗതികൾ. അദ്ദേഹത്തിന് ഓർമ്മയുള്ള കുറച്ച് പദങ്ങൾ അങ്ങനെ പറഞ്ഞതാണ്, അല്ലാതെ അത് പഠിച്ചു എന്നുള്ള രൂപത്തിലൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മുടെ ഒരു പഠനത്തിന്റെ വലിയ ഭാഗമാണ് ഹദീസ്, ഫിഖ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് തഅക്കീദ്, മുഅക്കദ്, ഖിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട്.
ഇതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വിവരം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. നമ്മുടെ കേരള സാഹചര്യത്തിൽ ഒരു ഹൈന്ദവനോ ക്രൈസ്തവനോ അറിയുന്നത് പോലും ഇയാൾക്കറിയില്ല. നമ്മുടെ കേരള സാഹചര്യം ചിന്തിച്ച് നോക്കുക. എല്ലാ ഹിന്ദുവിനും അറിയാം മക്കത്ത് പോയിട്ടാണ് ഹജ്ജ് ചെയ്യാറുള്ളത്, ഈ മക്കത്ത് ചുറ്റുന്നതാണ് തവാഫ് എന്നൊക്കെ. പക്ഷെ ഇയാൾക്ക് അതൊന്നും അറിയില്ല. ഇയാൾ ഇതൊക്കെ മദീനയിലേക്ക് വിട്ടിരിക്കുന്നു. അതിന്റെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 8-ാം വയസ്സിൽ ഇയാൾ കിതാബോത്ത് തുടങ്ങി എന്ന് വെച്ചാൽ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങുന്ന 2-ാം ക്ലാസ്സുകാരന്റെ പ്രായത്തിൽ. എന്നിട്ട് 10 കൊല്ലം ഇരുന്ന് ഓത്ത് തന്നെ. ആ ഓത്തിന്റെ ഫലമാണ് മദീനയിൽ പോയി ഹജ്ജ് ചെയ്യുന്നത്. ഇയാളൊരു കോളേജിൽ പഠിച്ചോ ഇല്ലേ, അതാ കോളേജുകാർ പറയേണ്ടതാണ്. നമ്മൾ പറയുന്നു അദ്ദേഹം കോളേജിൽ 10 കൊല്ലം ക്യാൻറ്റീനിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഒരക്ഷരവും പഠിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ പ്രവേശനം കിട്ടി. 10 കൊല്ലം അവിടെ നിന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻറ്റീന് വഴിയായിരിക്കും അദ്ദേഹത്തിന്റെ പോക്കും വരവും. അതിനപ്പുറം അയാളൊന്നും പഠിച്ചിട്ടില്ല. ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല. ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. ആയത്ത് ഇങ്ങനെ പറയാ, വേറെ ഏതോ അർത്ഥം വെക്കുക. അയാളുടെ മനസ്സിൽ എന്തോ ഒന്ന് ഉദ്ദേശമുണ്ട്, വേറൊരു ആയത്ത് അങ്ങനെ ഇടുകയും ചെയ്യും. ഇങ്ങനെയാണ് അയാളുടെ പഠനം തുടരുന്നത്. ഇദ്ദേഹമാണ് അവരുടെ ഏറ്റവും വലിയ പണ്ഡിതൻ. നമുക്കൊരു കാര്യം പറയാനുള്ളത്, മതപ്രചാരണം ഈ കേരളത്തിലും ഇന്ത്യയിലും പറ്റും. പക്ഷെ അതിന് ചില രീതിശാസ്ത്രങ്ങളുണ്ട്. ആരെയൊക്കെ എങ്ങനെയൊക്കെ പറയണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് ഈ പ്രചാരകരായ ആളുകൾ, ഇവർക്കും വലിയ വലിയ വേദികളും വലിയ വലിയ സഭകളുമൊക്കെ ഉണ്ട്, അവരൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നസീല ബീവിയെ കൊട്ടിഘോഷിക്കുന്ന സ്വഭാവം ഇപ്പോൾ കാണാനില്ല. നമ്മുടെ കേരളത്തിലെ അൽ ഇർഫാദ് മാസികയിൽ അതേക്കുറിച്ച് നസീല ബീവിയുടെ ചരിത്രമടക്കം ഒരു ഫീച്ചർ പ്രസിദ്ധീകരിച്ചപ്പോൾ ആ സഭന്റെ ആളുകൾ അവളെ പുറത്താക്കി എന്നാണ് പുതിയ വിവരം. ആരെങ്കിലും കിട്ടുമ്പോഴേക്ക് കൊണ്ടു നടന്നാൽ അവസാനം പുറത്താക്കി വൃത്തികെടേണ്ട, മാനം കെടേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് എല്ലാ ബൈബിൾ സെന്ററുകാരെയും എല്ലാവിധ സഭക്കാരെയും നമുക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെ കിതാബ് പഠിച്ചിട്ട് അയാൾക്ക് ആകെ കിട്ടിയ വിവരമാണ് ഇങ്ങനെ കുറേ സംഗതികൾ. എന്നിട്ട് അവസാനം ഇയാൾ കണ്ണൂരിൽ ഒരു പള്ളിയിൽ കൊച്ചച്ഛനായിട്ട് ജോലി എടുത്തു. എത്ര നമ്മുടെ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ അത്ര തന്നെ അറിയില്ല. കൊച്ചച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ പള്ളിയിലുള്ള വലിയ അച്ഛനും അയാളുടെ സഹായിയായിട്ടുള്ള മറ്റൊരാൾ കൊച്ചച്ഛൻ, ചെറിയ അച്ഛൻ. പള്ളിയിൽ അച്ഛനില്ലാത്ത സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇയാളാണ്. ഇവൻ അങ്ങനെ കൊച്ചച്ഛനാവാനുള്ള കാരണം പറയുന്നത് ചെറിയൊരു കുട്ടിയായിരുന്നു എന്നാണ്. 18 വയസ്സുള്ള കൊച്ചു പയ്യനായപ്പോൾ ഒരു വലിയ അച്ഛനായിട്ട് പ്രവർത്തിക്കാൻ അവന് പറ്റിയില്ല. അതുകൊണ്ട് കൊച്ചച്ഛനായി ജോലിയെടുത്തു. അതിലുമുണ്ട് കുറേ പ്രശ്നങ്ങൾ. ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞ് തന്നെ ഒരു മുസ്ലിം അച്ഛനായി ജോലി ചെയ്യാനുള്ള മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു മുസ്ലിം ഇടവക പള്ളിയിൽ കൊച്ചച്ഛനായി ജോലിക്ക് വെച്ചു. കൊച്ചച്ഛൻ്റെ ജോലി എന്താണെന്നറിയോ? എല്ലാ വെള്ളിയാഴ്ചയും കുർബാന വല്യച്ഛൻ, പ്രസംഗം കൊച്ചച്ഛൻ. അങ്ങനെ ഈ ജുമാ ഖുത്ബ എന്ന് പറയും. ജുമാ ഖുത്ബ എന്ന് അറബി പറഞ്ഞാൽ അതിന്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ കുർബാന പ്രസംഗം എന്ന് പറയണം. കൊച്ചച്ഛന്റെ ജോലി കേട്ടല്ലോ നിങ്ങളൊക്കെ. വെള്ളിയാഴ്ചകളിൽ വലിയ അച്ഛൻ ഖുത്ബ നടത്തും, അതായത് കുർബാന പ്രസംഗം. ചെറിയ അച്ഛനാണെങ്കിലോ അയാൾ സാധാരണ പ്രസംഗവും നടത്തും. കേരളത്തിലല്ല, ലോകത്തുള്ള എല്ലാ പള്ളികളിലും നാം ഒന്ന് പരിശോധിച്ച് നോക്കുക. ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ പോട്ടെ, ഇയാള് കൊച്ചച്ഛനായി ജോലി എടുത്തു എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ പള്ളികളെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ വെള്ളിയാഴ്ച ഒരു പ്രാവശ്യം പോയവന് ഇത്തരം ഒരു പോയത്തം പറയാൻ കഴിയില്ല. ഖുതുബ നടത്താൻ ഒരാളും വഅദ് പറയാൻ ഒരു കൊച്ചച്ഛനും, അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ പള്ളിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ പള്ളികളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതിന്റെ പുറമെ അദ്ദേഹം പറയുന്നത് ഖുതുബ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുർബാന, അത് നടത്തലായി എൻ്റെ പരിപാടി എന്നാണ്. ആദ്യം പറഞ്ഞത് വലിയ അച്ഛൻ കുർബാന നടത്തും, ചെറിയ അച്ഛൻ പ്രസംഗം നടത്തും. അവസാനം പറഞ്ഞു വരുന്നത് ഖുതുബ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലുള്ള കുർബാന, അത് നടത്തലായി എൻ്റെ ജോലിയെന്ന്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരൊറ്റ വാക്ക് പറയുമ്പോഴേക്ക് വൈരുദ്ധ്യത്തിലേക്ക് വരുന്നത് ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങളോ കർമ്മങ്ങളോ ഒരു വിധത്തിലും പരിചയമില്ലാത്തത് കൊണ്ടാണ്. അയാൾ ജോലി ഏൽക്കാൻ പോയപ്പോൾ ചെറിയ മനുഷ്യനായതുകൊണ്ട് വലിയ അച്ഛൻ്റെ പണി കൊടുത്തില്ല. വലിയ അച്ഛൻ ഖുതുബ നടത്തുന്നു. ഖുതുബ എന്ന് പറഞ്ഞാൽ കുർബാന. ചെറിയ അച്ഛനാണെങ്കിലോ അതിൻ്റെ താഴെ ഇരുന്ന് പ്രസംഗം നടത്തുന്നു. അവസാനം ഇയാൾ നടത്തുന്ന പരിപാടി എന്താണ്? കുർബാന. അപ്പോൾ വലിയ അച്ഛൻ്റെ പരിപാടിയായി പിന്നീട് എടുക്കൽ. ഇങ്ങനെയാണ് പിടുത്തം വിടുക എന്ന് പറഞ്ഞാൽ. എന്താ കാരണം? ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമല്ല. ഒരു വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോയ പരിചയവുമില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ള ക്രൈസ്തവരുടെ ഏറ്റവും ആധികാരിക പണ്ഡിതന്മാരെന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഇന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് അയാൾ ഇസ്ലാമിൽ നിന്ന് പോവാനുള്ള കാരണമായിട്ട് പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ചാണ്. അദ്ദേഹത്തെ തന്നെ ഞാൻ കേൾപ്പിക്കാം. ഇടവകളിൽ നിന്ന് ആളുകൾ എന്നെ പ്രസംഗിക്കാൻ വിളിക്കും. ഒരിടവകയിൽ ഞാൻ പോയപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം.
കൺവെൻഷൻ ആയിരുന്നു, ഖുർആൻ കൺവെൻഷൻ, ഈവനിങ് വാള് പരമ്പര എന്ന് പറയും. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആവേശം, കൊച്ചു പയ്യൻ ആവേശം കൂടിയിട്ട് ഞാൻ അവിടെ കിടന്നിട്ട് ഉറക്കെ പ്രസംഗിച്ചു, യേശു ദൈവമല്ല, ബൈബിൾ ദൈവത്തിന്റെ വചനമല്ല, ക്രിസ്തുമതം ദൈവത്തിന്റെ മതമല്ല, യഥാർത്ഥ മതം ഇസ്ലാമാണ്, യഥാർത്ഥ ദൈവം അള്ളാഹുവാണ്, രക്ഷ വേണമെങ്കിൽ നിങ്ങൾ മുസ്ലിമാകണം. ഞാനിങ്ങനെ അങ്ങ് കത്തി പ്രസംഗിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് ഒരു പേപ്പറിൻ്റെ കയ്യിൽ തന്നു. ഞാൻ ആ പേപ്പർ തുറന്ന് വായിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ചോദ്യങ്ങളാണ്. അയാൾ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നു, മൗലവി നിങ്ങൾ എത്ര നേരം പ്രസംഗിച്ചു യേശു ദൈവമല്ല എന്ന്, പക്ഷേ യേശു ആരാണ് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രസംഗിക്കാതിരുന്നത്? യേശു ദൈവമല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണോ? ദൈവത്തിന്റെ പുത്രനല്ല എങ്കിൽ ഒരു പ്രവാചകനാണോ? പ്രവാചകനാണെങ്കിൽ മുഹമ്മദ് നബിയേക്കാൾ വലിയതോ ചെറുതോ? ഇനി പ്രവാചകനല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണോ? അതുമല്ലെങ്കിൽ ഇടമറുക പറഞ്ഞതുപോലെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ലയോ? ആരാണ് ക്രിസ്തു? ക്രിസ്തു ദൈവമല്ല എന്നുള്ള നിങ്ങളുടെ പ്രസംഗം നിങ്ങൾ നിർത്തിവെക്കണം, മറിച്ച് ക്രിസ്തു ആരാണ് എന്ന് നിങ്ങൾ പ്രസംഗിക്കണം. ഈ മനുഷ്യന്റെ ചോദ്യം വളരെ സിമ്പിളാണ്, ആരാണ് ക്രിസ്തു? ഈ ചോദ്യം ഞാനറിയാതെ തന്നെ എൻ്റെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ആഴത്തിൽ എവിടെയോ ഒളിച്ചിരുന്നു. 24 മണിക്കൂറും എൻ്റെ തലച്ചോറിനെ മർദ്ദിച്ച് ചോദിക്കാൻ തുടങ്ങി, ആരാണ് യേശു? ഉണ്ണാനിരിക്കുമ്പോൾ ചോദ്യമാണ് യേശു ആരാണ്? ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, ചോദ്യമാണ് യേശു ആരാണ്? പഠിക്കാനിരിക്കുമ്പോൾ ഏകാഗ്രതയില്ല, ചോദ്യമാണ് യേശു ആരാണ്? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല, ചോദ്യമാണ് യേശു ആരാണ്? 24 മണിക്കൂറും ആരോ എൻ്റെ തലച്ചോറിനെ മർദ്ദിച്ച് പുണ്ണാക്കിക്കൊണ്ട് യേശു ആരാണ്, യേശു ആരാണ്, യേശു ആരാണെന്ന് ചോദിച്ചപ്പോ, യേശുവാരാണെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് മാറി എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 10 കൊല്ലം ഒരു കോളേജിൽ ഓതി പഠിച്ചു എന്ന് പറയുന്ന ആൾക്ക് അതുവരെയും യേശു ആരാണെന്ന് മനസ്സിലായില്ല. ഒരു ഭയങ്കര ചോദ്യം, യേശു ദൈവമല്ല എന്ന് ഇയാൾ പ്രസംഗിച്ച് നടന്നു. അത്രേ. അങ്ങനെ ഒരു പ്രസംഗം നടന്നിട്ടുണ്ടോ? പച്ചക്കള്ളം പറയുകയാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അയാൾക്ക് ആരെങ്കിലും ഒരു കത്ത് കൊടുത്തോ? അതും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പോകാനുള്ള സ്വകാര്യമായ താല്പര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ പ്രസംഗം അനുസരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. അയാളോട് ആ ഒരു ചോദ്യം, ഒരു ഭയങ്കര ചോദ്യം, ഗംഭീര ചോദ്യം, യേശു ദൈവമല്ല എന്ന് നിങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചു മൗലവി, പക്ഷെ യേശു ആരാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല. എന്തുകൊണ്ട് അയാൾ ആ പ്രസംഗം മുതൽ യേശു ആരാണെന്ന് പറഞ്ഞു കൊടുത്തില്ല? 10 കൊല്ലം ഇസ്ലാം പഠിച്ചിട്ട് അയാൾക്ക് യേശു ആരാണെന്ന് അറിയുന്നില്ലേ? ഒരു ഭയങ്കര ചോദ്യം, യേശു ദൈവമല്ലെങ്കിൽ ദൈവപുത്രനാണോ? ഖുർആനിലില്ലേ അതിന് മറുപടി? യേശു ദൈവപുത്രനാണെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അയാൾ ആദ്യമായിട്ട് അത് കേൾക്കുകയാണെന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് കേൾക്കുകയാണ് യേശു ആരാണെന്നുള്ള ചോദ്യം. പിന്നെ അയാൾ ഏത് യേശുവിനെ കുറിച്ചാണ് പഠിപ്പിച്ചു നടന്നത്? വലിയ സദസ്സ് കണ്ടപ്പോൾ ആവേശത്തിൽ പ്രസംഗിച്ചു അത്ര യേശു ദൈവമല്ല. പിന്നെ ആരാണെന്നുള്ള ചോദ്യത്തിന് പെട്ടുപോയി. യേശു ദൈവമല്ലെങ്കിൽ ദൈവപുത്രനാണോ? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇസ്ലാം പറയുന്നുണ്ട്, ദൈവത്തിന് ഒരിക്കലും പുത്രന്മാരുണ്ടാവില്ല. അതല്ലെങ്കിൽ യേശു ഒരു പ്രവാചകനാണോ? പരിശുദ്ധ ഖുർആനും ബൈബിളും ഒരുപോലെ പറയുന്നത് യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകനായിരുന്നു. ലോകത്തുള്ള വിവിധങ്ങളായ നാടുകളിലേക്കും ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട ധാരാളം പ്രവാചകന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു യേശു അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം ഏകമതത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അത് നമുക്ക് കാണാം. 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 117, 116 ഒക്കെ വചനങ്ങളിൽ നമുക്ക് പറയാനുള്ളത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ് എന്ന് തുടങ്ങുന്ന ദീർഘമായ സൂക്തങ്ങൾ. എന്താണ് അള്ളാഹു അതിൽ ചോദിക്കുന്നത്? ഈസാ പ്രവാചകനെ, നിങ്ങളായിരുന്നോ നിങ്ങളെയും നിങ്ങളുടെ അമ്മയാകുന്ന മറിയത്തെയും ദൈവങ്ങളായി ആരാധിക്കണമെന്ന് ആ ജനങ്ങളോട് പറഞ്ഞത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മുമ്പിൽ അവിടെ നിന്ന് വളരെ ഭവ്യതയോടുകൂടെ പറയും, മാ ഖുൽതു ലഹും മിന്നാ മാ അമർതനി ബിഹി അൻ അബ്ദുല്ലാഹ റബ്ബി വറബ്ബുക്കും. ഞാൻ അവരോട് പറഞ്ഞത് ഏക സത്യദൈവമായ നിന്നെ മാത്രം ആരാധിക്കണമെന്നാണ്. ഇതല്ലാത്തൊരക്ഷരവും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെ കാര്യം നോക്കി തന്നെ നടത്തിയിട്ടുണ്ട് എൻ്റെ ആകാശാരോഹണത്തിന് മുമ്പ് വരെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ബൈബിളിന്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ നാം പരിശോധിച്ചാലും വ്യത്യസ്തമായ രൂപമല്ല നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ 40 ദിവസം അദ്ദേഹത്തെ ഒരു മലയുടെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോയത് മത്തായി സുവിശേഷത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതിന്റെ 4-ാം അധ്യായത്തിൽ അവസാനം പിശാച് മത്തായി സുവിശേഷത്തിൽ പറയുന്നതനുസരിച്ച് യേശു ക്രിസ്തുവിനെ 40 ദിവസം പട്ടിണിക്കിട്ട് പരീക്ഷിച്ചു. എന്നിട്ട് പല പല കാര്യങ്ങൾ യേശുവിനോട് ചോദിച്ചു.
ഏറ്റവും അവസാനമായി യേശുവിനോട് ചില അത്ഭുതങ്ങൾ കാണിക്കാൻ പിശാച് ആവശ്യപ്പെടുന്നു. അതിനൊക്കെയായിട്ട് മറുപടിയായിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് മത്തായിയുടെ സുവിശേഷത്തിന്റെ 4-ാം അധ്യായം 10-ാമത് വാക്യത്തിൽ നമുക്ക് വായിക്കാം. സാത്താനെ പോകൂ, നിന്റെയും എന്റെയും ദൈവമാകുന്ന കർത്താവ് ഏക കർത്താവ്, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. ബൈബിളിൽ ഇനിയും നാം പഠനം നടത്തുക. മാർക്കോസിന്റെ 12-ാം അധ്യായത്തിൽ 29-ാം വചനത്തിൽ ഇസ്രായേലേ കേൾക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്തെന്നാൽ നമ്മുടെ ദൈവമാകുന്ന കർത്താവ് ഏക കർത്താവ്. ഇസ്രായേലരെ മുഴുവൻ വിളിച്ചുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും പരമപ്രധാനമായ കൽപ്പന എന്തെന്നാൽ നമ്മുടെ ദൈവമാകുന്ന കർത്താവ് ഏക കർത്താവ്. 1 തിമോത്തിയോസിന്റെ 2:5 വാക്യത്തിൽ നമുക്ക് കാണാം, നമ്മുടെ ദൈവം ഏകൻ, നമ്മുടെയും ദൈവത്തിന്റെയും ഇടയിലുള്ള മധ്യസ്ഥനും ഏകൻ, മനുഷ്യനായ ക്രിസ്തു തന്നെ, മനുഷ്യനായ ക്രിസ്തു തന്നെ. ഇനി പഴയ നിയമം ബൈബിളിലേക്ക് നാം പോകുക. ആവർത്തന പുസ്തകത്തിന്റെ 6-ാം അധ്യായം 4-ാം വാക്യത്തിലും 4-ാം അധ്യായം 39-ാം വാക്യത്തിലും തുടങ്ങി വിവിധങ്ങളായ ഭാഗങ്ങളിൽ നമുക്ക് കാണാം, യഹോവയായ ദൈവം ഏകൻ, ആ ദൈവത്തെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, മറ്റൊരുത്തിനെയും നിങ്ങൾ ആരാധിക്കരുത്. പുറപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ മീതെ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമ നീ നിർമ്മിക്കരുത്, അവയ്ക്ക് മുമ്പിൽ നീ സേവിക്കരുത്, അവയ്ക്ക് മുമ്പിൽ നീ കുനിയരുത്, ഞാൻ ക്രൂരനായ ദൈവം, എന്നോട് എതിർക്കുന്നവരുടെ 4 തലമുറയെ ശിക്ഷിക്കുന്നവൻ എന്ന് നമുക്ക് ബൈബിളിൽ തന്നെ വായിക്കാൻ പറ്റും. ഇത് വിശാലമാണ്, ഈ മേഖല വളരെ വിശാലമാണ്. യേശുക്രിസ്തു ആവട്ടെ, മുൻഗാമികളായ പ്രവാചകന്മാരാവട്ടെ, അവരൊക്കെയും പഠിപ്പിച്ചത് ഏക ദൈവത്തെ കുറിച്ചാണ്, ഏക സത്യേശ്വരനെ കുറിച്ചാണെന്ന് നമുക്ക് ബൈബിളും ഖുർആനും ഒക്കെ പരിശോധിച്ചാൽ വ്യക്തമായി ബോധ്യപ്പെടും. ഇതാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. ഇതാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തത്. അദ്ദേഹം ആരാണെന്നതിനെ കുറിച്ചും അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. ഇങ്ങനെ തുടങ്ങിയുള്ള ഓരോ ഭാഗങ്ങളിലും എണ്ണിക്കൊണ്ട് യേശുക്രിസ്തു പറയുന്നത് ഏക സത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യമാണ്. അദ്ദേഹം ദൈവമാണെന്ന് അയാൾ എപ്പോഴെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. ദൈവപുത്രനാണെന്ന് പറയുന്നത് പോലും അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി. നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, യേശുവിനെ കുറിച്ച് ലോകത്താദ്യമായിട്ട് ദൈവപുത്രൻ എന്ന് പ്രയോഗിക്കുന്നത് യേശുവിന്റെ അനുയായികളിൽപ്പെട്ട ആരുമല്ലായിരുന്നു, മറിച്ച് ശപിക്കപ്പെട്ട പിശാചായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മത്തായിയുടെ സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിൽ നീ ദൈവപുത്രനാണെന്നല്ലേ അവകാശപ്പെടുന്നത് എന്ന രൂപത്തിൽ പിശാച്ചാണ് ആദ്യമായി യേശുവിനെ കുറിച്ച് ദൈവപുത്രൻ എന്ന് പറയുന്നത്. ഈ പിശാച്ചിന്റെ അനുയായികളാകുന്ന പിൽക്കാല യേശുവിന്റെ അനുയായികളെന്ന് പറയപ്പെടുന്ന ആളുകളും അത് പ്രയോഗിച്ചു തുടങ്ങി. നമ്മുടെ ഫാദറിന് ഇതൊന്നും അറിയില്ല. ഫാദർ അദ്ദേഹം ദൈവപുത്രനാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആകെ ബേജാറായിപ്പോയി. മറ്റൊരു ചോദ്യമുള്ളത്, യേശു ദൈവപുത്രനല്ലെങ്കിൽ പിന്നെ ഒരു പ്രവാചകനാണോ? ബൈബിളിൽ നിന്ന് തന്നെ അതിന് നമുക്ക് ഉത്തരം കാണാൻ പറ്റും. യേശു ക്രിസ്തു മറ്റ് പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകനായിരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് വിശാലമായി പറയണം. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു അത്ഭുതങ്ങൾ കാണിച്ചിരുന്നത്. അദ്ദേഹത്തിന് മാനുഷികമായ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും വിശന്ന് പൊരിഞ്ഞ് അദ്ദേഹം കരഞ്ഞിരുന്നു. ദൂരെ ഒരു നിറയെ ഇലയുള്ള അത്തിമരം കണ്ടപ്പോൾ അതിന്റെ മുകളിൽ എന്തെങ്കിലും കാണുമെന്ന് കരുതി അദ്ദേഹം അതിനെ സമീപിച്ചത് മാർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. പക്ഷെ അത് അത്തിപ്പഴം കായ്ക്കുന്ന കാലമല്ലായിരുന്നു. അത്തിപ്പഴം കായ്ക്കുന്ന കാലം പോലും അറിയാത്ത യേശുവിനെയാണ് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ആള് വരുമ്പോൾ തന്റെ അനുയായികളെ കാവൽ നിർത്തുകയാണ്. വാളുള്ളവൻ വാളെടുക്കട്ടെ, വാളില്ലാത്തവൻ പൊക്കണം വിറ്റുകൊണ്ട് വാള് കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അനുയായികളെ കാവൽ നിർത്തി മലയുടെ മുകളിൽ പോയി കരഞ്ഞ് 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 പ്രാർത്ഥിക്കുകയാണ് യേശുക്രിസ്തു. തീർന്നില്ല. ഏറ്റവും അവസാനമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് കാണാം, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായ ഒരുത്തനിലേക്ക് ഞാൻ കയറിപ്പോകുന്നു. അദ്ദേഹം ദൈവമാണെന്നാണോ പറഞ്ഞത്? ഒരിക്കലുമല്ല. അദ്ദേഹത്തോടൊരു പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന ആവശ്യവുമായി അനുയായികൾ സമീപിച്ച സന്ദർഭം മത്തായിയുടെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 8, 9, 10, 11 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത് ഞാൻ ദൈവമാണ്, എന്നോട് പ്രാർത്ഥിക്കൂ എന്നായിരുന്നില്ല, മറിച്ച് തൻ്റെ പിതാവെന്ന് അദ്ദേഹം പലപ്പോഴും പരാമർശിക്കുന്ന ആ ദൈവത്തോടുള്ള പ്രാർത്ഥനയായിരുന്നു. തൻ്റെ അനുയായികളോട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുവിനെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം പൂജിതമാവേണമേ,
നിന്റെ രാജ്യം വരേണമേ, ഞങ്ങൾക്ക് അന്നാന്നു വേണ്ട അപ്പം അന്നാന്നു നൽകണമേ. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരോട് ക്ഷമിക്കുന്നത് പോലെ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരോട് ക്ഷമിക്കുന്നത് പോലെ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. പൈശാചികമായ കെണിവലകളിൽ പെടാതെ മുന്നോട്ട് പോവാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നാം മനസ്സിലാക്കുക എന്തൊക്കെയാണ് യേശുക്രിസ്തു. നമ്മുടെ ഫാദറിന് മനസ്സിലായില്ലത്രേ ആരാണ് യേശുക്രിസ്തു എന്ന്. അങ്ങനെ അയാൾ ബേജാറിളകി ഇങ്ങനെ നടക്കാൻ. തിന്നുമ്പോൾ ചോദ്യമാണ് യേശു ആരാണ്, അല്ലേ? വായിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല, ചോദ്യമാണ് യേശു ആരാണ്. ഉറങ്ങാൻ സമയത്ത് ചോദ്യമാണ് യേശു ആരാണ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, യേശു ആരാണെന്നുള്ള ചോദ്യം ഇങ്ങനെ മുട്ടിയപ്പോ അദ്ദേഹത്തിന്റെ വാരിയെല്ലുകളാൽ മൂടപ്പെട്ടിട്ടുള്ള ഹൃദയത്തിൽ ഇങ്ങനെ യേശു ആരാണെന്നുള്ള ചോദ്യം വല്ലാതെ കുത്തിക്കേറിയപ്പോ അയാൾ അള്ളാഹുവിനോടൊരു പ്രാർത്ഥന നടത്തിയത് അയാൾ ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗംഭീര പ്രാർത്ഥന. അതിന്റെ ശേഷം ഖുർആനകൾ മറിച്ചൊരൊറ്റ വായന. ഖുർആൻ മറിച്ചപ്പോൾ അയാൾക്ക് യേശു ദൈവമാണെന്ന് മനസ്സിലായത്രേ. യേശു ദൈവമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ ഓതിയല്ലോ സൂറത്തുൽ മാഇദയുടെ 116. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദൈവമെന്ന് പറയുന്ന ആളുകൾക്ക് മറുപടിയായി കൊണ്ട് ഖുർആൻ പറയുന്നതാണ്. ഈസാ നബി വ്യക്തമായി അവരോട് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഈസാ നബി പറഞ്ഞു, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ അബ്ദുല്ലാഹ റബ്ബി വ റബ്ബുക്കും. എൻ്റെ റബ്ബ്, നിങ്ങളുടെ റബ്ബ്, ഏകനായ കർത്താവ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഫാദർ ഖുർആൻ പഠിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി യേശു ക്രിസ്തു വലിയൊരു ദൈവമാണ്. എൻ്റെ ഫാദർ ഖുർആനിലെ കുറേയേറെ വാക്യങ്ങൾ വിട്ടുകളയുകയും അദ്ദേഹത്തിന് വ്യക്തമായ രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുന്ന വാക്യങ്ങൾ മാത്രം പരാമർശിക്കുകയും ചെയ്തു. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിന്റെ 59-ാം വാക്യത്തിൽ ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ തന്നെയാണ് ഈസാ മസീഹും. എന്തുകൊണ്ട്? ആദം നബിക്ക് പിതാവില്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും പിതാവില്ല. അത് കരുതി നിങ്ങൾ ദൈവമാക്കരുത് എന്നാണ് ഖുർആനിന്റെ സൂചന. ദൈവമാക്കുകയാണെങ്കിൽ നിങ്ങൾ പിതാവില്ലാത്ത ആദം നബിയെ കൂടെ ദൈവമാക്കേണ്ടി വരും എന്ന് മാത്രമല്ല, നമ്മുടെ പഴയ നിയമം ബൈബിളിലും പുതിയ നിയമം ബൈബിളിലും ദൈവം പിതാവെന്ന രൂപത്തിൽ പരിചയപ്പെടുത്തുന്ന ധാരാളം ആളുകളുണ്ട്. യേശു ക്രിസ്തു ദൈവമാവാൻ നമ്മുടെ ഫാദറിന് കിട്ടിയ പ്രധാനപ്പെട്ട തെളിവ് യേശു ക്രിസ്തുവിന് പിതാവില്ല എന്നാണ്. എന്നാൽ ഫാദർ ബൈബിൾ വായിക്കണം. പുതിയ നിയമം ബൈബിളിൽ എബ്രായർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. നമ്മുടെ ഫാദറിന് അത് പരിചയമില്ലെന്ന് വ്യക്തമായി നമുക്കറിയാം. ആ എബ്രായർ എന്ന പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ മൽക്കീസേദക്ക് എന്ന പുരോഹിതനെ കുറിച്ച് ബൈബിൾ പരിചയപ്പെടുത്തുന്നു. അയാൾക്ക് പിതാവില്ല, അയാൾക്ക് മാതാവുമില്ല, അയാൾക്ക് വംശാവലിയില്ല, അയാൾക്ക് ആദ്യമില്ല, അന്ത്യമില്ല. ഇങ്ങനെ ഒരാൾ, യേശുക്രിസ്തുവിനേക്കാൾ 4-5 ദറജ കൂടുതലുള്ള ഒരാൾ. യേശുക്രിസ്തുവിന് കേവലം പിതാവ് മാത്രമേ ഇല്ലാത്തതുള്ളൂ. യേശുക്രിസ്തുവിന് പിതാവേ ഇല്ലാത്തതുള്ളൂ. അതുകൊണ്ട് അയാൾ ദൈവമാവുകയാണെങ്കിൽ സുലൈമാൻ ഫാദർ മറുപടി പറയണം. ഈ സുലൈമാൻ ഫാദറുടെ അഭിപ്രായത്തിൽ മൽക്കീസേദക്ക് എത്ര വലിയ ദൈവമാകും? അയാൾക്ക് മാതാവില്ല, യേശുവിന് മറിയം മാതാവ് ഉണ്ടായിട്ടുണ്ട്. ഇയാൾക്ക് വംശാവലിയില്ല. യേശുവിന്റെ വംശാവലി എന്ന പേരിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും വിശാലമായൊരു പരമ്പര പറയുന്നുണ്ട്. അതേക്കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ട്. തൽക്കാലം അത് വിട്ടുപോകുന്നു. ഇദ്ദേഹത്തിന് ആദ്യമില്ല, യേശുക്രിസ്തുവിന് ആദ്യമുണ്ട്. യേശുക്രിസ്തുവിന് ഇവരുടെ അഭിപ്രായ പ്രകാരം അന്ത്യവുമുണ്ട്. കാൽവറി കുരിശിൽ വെച്ച് എല്ലാവരുടെയും പാപം പേറിക്കൊണ്ട് അയാൾ പിടഞ്ഞു വീണ് നിന്ദനായി മരിച്ചു. ആരാണ് ഏറ്റവും വലിയ ദൈവം? ആരാണ് ഏറ്റവും വലിയ ദൈവം? ഇതാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപമ ആദം നബിയെ പോലെയാണ്. രണ്ടുപേർക്കും പിതാക്കളില്ല. അള്ളാഹു തആല അവരെ പടച്ചു. ആദം നബിയെ മണ്ണിൽ നിന്ന് പടച്ചു. ഇതേ പ്രകാരം ഈസാ നബിയെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ കുൻ എന്ന വാക്യം മുഖേന ജിബ്രീൽ അലൈഹിസ്സലാം വഴിയായിക്കൊണ്ട് മറിയത്തിന്റെ ഉദരത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു. ഇതിനപ്പുറം ദൈവമാക്കാൻ അത് മാർഗമില്ല. വേറെയും കുറേ കാര്യങ്ങൾ ഖുർആനിൽ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 157-ൽ വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അദ്ദേഹത്തെ അവർ കൊന്നില്ല, അവർ കുരിശിൽ തറച്ചിട്ടുമില്ല, പക്ഷെ അവർക്ക് സദൃശ്യനാക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇത് നമ്മുടെ ഫാദർ കണ്ടില്ല. ഇത് നമ്മുടെ ഫാദർ കണ്ടില്ല. യേശുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ യേശു ദൈവമാണ് അയാൾക്ക് ഖുർആനിൽ നിന്നാണ് മനസ്സിലായി. പക്ഷേ യേശുവിനെ കുറിച്ച് ഖുർആൻ പറയുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം കണ്ടില്ല. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി.
ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം, ഈസാ നബിയുടെ പുത്രനാകുന്ന മസീഹ് യേശു അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ഒരു ദൂതനാണ്. ആരാണ് യേശു, ആരാണ് യേശു, ആരാണ് യേശു എന്നിങ്ങനെ തലച്ചോറിനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫാദർ ഖുർആൻ എടുത്തപ്പോ 4-ാം അധ്യായത്തിന്റെ 171-ാമത് വാക്യം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. റസൂലുള്ളാഹി ആരാണ്? ഈസാ നബി അലൈഹിസ്സലാം ആരാണ്? റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ കെലിമത്താകുന്നു. മറ്റുള്ളവരെ സൃഷ്ടിക്കും പോലെ പിതാവിന്റെയും മാതാവിന്റെയും ബീജവും അണ്ടവും കൂടി ചേർന്ന് സിക്താണ്ഡം രൂപീകൃതമായി പിന്നീട് അതൊരു കുട്ടിയായി പരിണമിച്ചതല്ല യേശു, മറിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പന, കലിമത്തുഹു, അള്ളാഹുവിന്റെ കലിമത്ത്, അൽഖാഹാ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു അത് ഇട്ടുകൊടുത്തു, നിക്ഷേപിച്ചു. ഇത് നമ്മുടെ ഫാദർ കണ്ടില്ല. അതേ പ്രകാരം തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ ഓതിയ വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം എന്ന് തുടങ്ങുന്ന മാഇദയുടെ വാക്യം നമ്മുടെ ഫാദർ കണ്ടില്ല. പിന്നെ അയാൾ എന്തൊക്കെയാണ് കണ്ടത്? അയാൾ പിന്നീട് പറയുന്നുണ്ട്, ഇനി പ്രവാചകനാണ് എന്നുണ്ടെങ്കിൽ മുഹമ്മദിനേക്കാൾ വലുതോ ചെറുതോ? അയാളുടെ ചോദ്യമാണ്. എഴുതി കൊടുത്ത ആൾ ഇതൊക്കെ എഴുതി കൊടുത്തു. ഫാദർ ചോറ് കഴിച്ചപ്പോൾ ഇതിങ്ങനെ ചോദ്യം മുട്ടി. ഇതും അയാൾ ബൈബിൾ വായിക്കാത്തതിന്റെ പ്രശ്നമാണ്. യോഹന്നാൻ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു മറ്റൊരാളെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയില്ലെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് കടന്നു വരില്ല, അവൻ വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 1-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാമത് വചനത്തിലുമൊക്കെ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള പ്രവചനം കാണാം. അതിന്റെ ഒരു വിശദീകരണമാണ് യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകുന്നില്ലെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, സൂറത്തുൻ നജ്മിന്റെ 3-ാമത് സൂക്തം. ഈ ബൈബിള് വായിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് വലിയവൻ എന്ന് ഈ ഫാദറിന് മനസ്സിലാകുമായിരുന്നു. യേശുക്രിസ്തു കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. യേശുക്രിസ്തുവിന് പഠിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കൂടെ പ്രചരിപ്പിക്കുന്ന ഒരാൾ, സത്യത്തിന്റെ ആത്മാവ് പിന്നീട് വരാനുണ്ട്. പഴയ ബൈബിളിൽ പാരാക്ലീറ്റസ് എന്നൊക്കെ പറയുന്ന അഹമ്മദ് എന്ന പേരിൽ നമുക്ക് അർത്ഥം കിട്ടാവുന്ന, അറബിയാക്കാൻ പറ്റുന്ന ഒരു പദം, അഹമ്മദ് എന്ന അർത്ഥം പറയാൻ പറ്റുന്ന ഒരു പദം. എന്തായാലും യേശു പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുമെന്ന് പറയുമ്പോൾ യേശുവിനേക്കാൾ വലിയ ആളാണ് അദ്ദേഹം എന്ന് ബൈബിൾ തന്നെ പറയുന്നു. പരിശുദ്ധ ഖുർആനിലോ ഹദീസിലേക്കോ കയറിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഏറ്റവും വിപുലമായ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ, ആദ്യമായി സ്വർഗപ്രവേശനം നടത്തുന്നത് മുതൽ പിടിച്ച് അശ്ശഫാഅത്തുൽ ഉളമ വരെയുള്ള മഹത്വങ്ങൾ വർണ്ണിക്കുന്നത് നമുക്ക് കാണാം. ഇദ്ദേഹം ബൈബിൾ എടുത്തുകൊണ്ടാണ് യേശുവിന്റെ പോരിശ പറയുന്നത്. ബൈബിൾ ഒരിക്കലും ദൈവികമാണെന്ന് സമർത്ഥിക്കാൻ അവർക്ക് കഴിയില്ല. കഴിയുമെന്ന് നമുക്ക് ഉറപ്പുള്ള പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതകൾ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്.